ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു എക്സ്പീരിയൻ്റ് വീഡിയോ ആയിട്ടാണ്. എക്സ്പീരിയൻ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന എഞ്ചിൻ ഓയിൽ ഉണ്ടോ, കഴിഞ്ഞ വട്ടം വണ്ടിയുടെ ഓയിൽ മാറിയ സമയത്ത് പഴയ ഓയിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഈ പപ്പടം ചൂടാൻ പറ്റുമല്ലോ എന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ ഒരു എക്സ്പീരിയൻ്റ് വീഡിയോ മാത്രമാണ്. ഇതാരും വീട്ടിൽ അനുകരിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് തരലിന് സഹായിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പപ്പടം ചൂടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. വീട്ടിൽ യൂസ് ചെയ്യുന്ന മാത്രമല്ല, ഇത് യൂസ് ചെയ്ത് കിടന്നൊരു പഴയ പാത്രമാണ്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു അടുപ്പ് സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയ്ക്കകത്തിട്ട് നമുക്ക് ഇനി തീ കത്തിച്ച് കൊടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ തീ കത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഈ എഞ്ചിൻ ഓയിൽ തന്നെയാണ്. ആദ്യം നമുക്ക് എഞ്ചിൻ ഓയിൽ ശകലം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ കോട്ടൺ പേസ്റ്റിൻ്റെ തുണി ഇട്ട് കൊടുക്കാം. തുണി നല്ലതായിട്ട് കുതിരണം ഇതിനകത്ത് കിടന്ന്. എന്നിട്ട് നമുക്ക് ഈ തുണിക്ക് തീ കത്തിച്ച് കൊടുക്കാം. എഞ്ചിൻ ഓയിൽ ആയതുകൊണ്ട് അതിനകത്ത് കത്താൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ തീ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തോട് വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കണം. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് വീട്ടിലാരും അനുകരിക്കരുത്. ഇത് ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. ഇത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. എന്തായാലും നമുക്കിനി ഈ ഓയിൽ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മതിയാകും, കുറച്ചൊഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത ഓയിലായതുകൊണ്ട് ഓയിൽ നല്ല കറുകറാന്നിരിക്കുന്നത്. എന്തായാലും ഇത് തിളയ്ക്കാൻ ശകലം സമയം എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കാൻ പോവാണ്. വാവ്, അയ്യോ, പപ്പടം ഇത്രയും വലുതായോ. പപ്പടം ഒരുമാതിരി ചൊക്ലിച്ച് പോയി. ഓ, ഇതിൻ്റെ വൃത്തിയിട്ട വാടയാണ് ഗൈസ്. ഇത് വറുത്തെന്ന് തോന്നുന്നു. നല്ല ഓയിലിയാണ്. നമുക്ക് അടുത്ത പപ്പടം ഇട്ട് കൊടുക്കാം. നോക്കിക്കോണേ. നമുക്കിത് ഇലയിലോട്ട് മാറ്റി വെക്കാം. ഇത് പപ്പടത്തിൻ്റെ കളറാണെന്നോ ഇനി എണ്ണയുടെ ഓയിലിൻ്റെ കളറാണെന്നോ അറിയില്ല. എന്താ കറുത്ത് ഒരു ഗ്രേ കളറൊക്കെ മാറി ഇളകി വരുന്നുണ്ട്. ഇനി പപ്പടത്തിനകത്തും കെമിക്കലാണെന്ന് ആർക്കറിയാം. ഇതും മാറ്റി വെക്കാം. നമുക്ക് ഓരനോടെ ചുട്ട് നോക്കാം. ഓക്കെ, ഇടാൻ പോവാണ്. അടിപൊളി, നല്ല അടിപൊളിയായിട്ടാണ് എടുത്ത് ചുട്ട് വരുന്നത്. തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. എണ്ണ അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് ലോകത്തിലെ ആദ്യത്തെ എഞ്ചിൻ ഓയിലത് ചുട്ടെടുത്ത് പപ്പടം. അപ്പോൾ ദയവ് ചെയ്ത് ആരും വീട്ടിൽ അനുകരിക്കുക. ഇത് ഭയങ്കര ഡേഞ്ചറാണ്, തിന്നാനും കൊള്ളത്തില്ല. പക്ഷേ എന്തായാലും കറക്റ്റ് പപ്പടം ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ദയവായിട്ട് ആരും വീട്ടിൽ അനുകരിക്കാതിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.